Hello dear friends, in this video we are discussing about cardiopulmonary resuscitation. One of the important topic you can expect in any nursing examination. നിങ്ങളിൽ ചിലർ BLS, ACLS കഴിഞ്ഞവർക്ക് ഇത് വളരെ കാര്യമായിട്ട് അറിയുന്നുണ്ടാകാം. എങ്കിലും ഈ വീഡിയോ ഒന്ന് കാണുക. Please watch the video full and if you are new here, please consider subscribe our NurseTune YouTube channel, and if you like this video, please give me a like. Let us start. CPR, basic life support, and ACLS, advanced cardiac life support. Emergency life-saving procedure. Its main purpose is to restore partial flow of oxygenated blood to the brain and heart, prevent brain damage until help arrives. Cardiopulmonary resuscitation. Cardio means related to heart, pulmonary related to lungs, and resuscitation, that means restore blood flow to the vital organs, especially brain. ബ്രെയിനിലേക്കുള്ള ആ ഒരു ബ്ലഡ് ഫ്ലോ അണ്ടിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് അറൈവ്സ്, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ വി നീഡ് ടു സെക്യൂർ ദ ബ്രെയിൻ ബ്ലഡ് ഫ്ലോ. ബിക്കോസ് ഓഫ് ദാറ്റ് നമ്മൾ കാർഡിയോപൾമണറി റെസിസിറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ റെസിസിറ്റേഷൻ എന്നുള്ളതിന് മലയാള അർത്ഥം എന്ന് പറയുമ്പം ഒരു പുനർജീവനം നൽകുന്നു എന്നുള്ളതാണ്. സോ ആ ഒരു ബ്രെയിൻ ഡാമേജ് കുറയ്ക്കുക, ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നിൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ CPR ചെയ്യുന്നത്. സോ ഇൻഡിക്കേഷൻ, വാട്ട് ആർ ദ ഇൻഡിക്കേഷൻസ് ഓഫ് CPR? കാർഡിയക് അറസ്റ്റ്, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഓർ വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ ആൻഡ് അസിസ്റ്റോൾ. അപ്പോൾ VT ആൻഡ് VF, അപ്പോൾ അതൊക്കെ ഒരു ഷോക്കബിൾ റിതമാണ്. ശരിക്കും പറഞ്ഞാൽ ഡീഫിബ്രിലേഷൻ ഉണ്ടെങ്കിൽ ഡീഫിബ്രിലേഷൻ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു റിതം ഒന്നും നോക്കണ്ട. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിന് പൾസ് കിട്ടുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പൾസ് നോക്കണം, പേഷ്യൻറ്റ് കോൺഷ്യസ് ആണോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുക. കാര്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അസിസ്റ്റോളിൽ നമ്മൾ നോൺ ഷോക്കബിൾ റിതമാണ്. അസിസ്റ്റോൾ എന്ന് പറയുമ്പോൾ നോൺ ഷോക്കബിൾ റിതമാണ്, എങ്കിലും നമുക്ക് CPR കൊടുക്കാം. പേഷ്യൻറ്റിന് പൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ CPR സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതൊരു ഇൻഡിക്കേഷനാണ്. ദെൻ റെസ്പിറേറ്ററി അറസ്റ്റ് ആൻഡ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ആക്സിഡൻറ്റ് ഓർ ഇഞ്ചറി ഓർ ഇലക്ട്രിക് ഷോക്ക്, ഫോറിൻ ബോഡി, എയർവേ ഒബ്സ്ട്രക്ഷൻ, ഡ്രഗ് റിയാക്ഷൻ ഓർ ഓവർഡോസ്. ദീസ് ഓൾ ആർ ദ ഇൻഡിക്കേഷൻസ് ഓഫ് CPR. എക്സാമിന് ചോദിക്കാം. സോ നമുക്ക് സീക്വൻസ് ഓഫ് CPR ഫോർ ഹെൽത്ത് കെയർ പ്രൊവൈഡർ. എന്താണ്, എങ്ങനെയാണ് CPR ചെയ്യേണ്ടത്, ഏതൊരു അവസരത്തിലാണ് നമ്മൾ CPR ചെയ്യേണ്ടത്? ബേസിക് ആയിട്ട് ജനറൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, സാധാരണ ആളുകൾക്കും അറിഞ്ഞിരിക്കേണ്ടതാണ് CPR. അപ്പോൾ ഡിറ്റർമൈൻ ദ അൺകോൺഷ്യസ്നസ്, ടച്ച് ദ വിക്ടിം ആൻഡ് കോൾ വാട്ട് ഹാപ്പൻ, ചെക്ക് ഹിസ് റെസ്പോൺസ്. അപ്പം ജസ്റ്റ് നമ്മളൊരു പേഷ്യൻ്റ്, ഒരാൾ ബോധരഹിതനായി കിടക്കുകയാണെന്ന് വിചാരിക്കുക, വഴിയിൽ കണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അവരെ തട്ടി വിളിക്കുക, അദ്ദേഹത്തിന് ബോധം ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ബോധം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും CPR കൊടുക്കരുത്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. ബോധം ഇല്ല, അദ്ദേഹം വിളിച്ചിട്ട് റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല, അദ്ദേഹം നമ്മൾ തട്ടി വിളിച്ചിട്ടൊന്നും ഒരു റെസ്പോണ്ടും ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൾസ് നമ്മൾ ചെക്ക് ചെയ്യുക. പൾസ് നമ്മൾ കരോട്ടിഡ് ആർട്ടറിയിൽ നമ്മൾ പൾസ് ചെക്ക് ചെയ്യുക. അപ്പോൾ പൾസ് കിട്ടുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡിറ്റർമൈൻ ദ അൺകോൺഷ്യസ്നസ്. അസസ് പൾസ് ഫോർ 5 to 10 seconds. 5 to 10 seconds സമയം നമ്മൾ എടുക്കാവുള്ളൂ. എക്സാമിന് ചോദിക്കാം എത്ര സമയമാണ് പൾസ് എടുക്കേണ്ടതെന്ന് ചോദിക്കാം. 5 to 10 seconds you have to check the pulse rate. There is no pulse present, begin administering CPR. If the victim has a pulse and is breathing normally, monitor them until emergency responders arrive. അപ്പോൾ അങ്ങനെ ഒരു പൾസ് ഉണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, വണ്ടിയിലാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പൾസ് കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുക. മൗത്ത് ടു മൗത്ത് ബ്രീത്തും കൊടുക്കുക. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നുണ്ട്. സോ കരോട്ടിഡ് പൾസ് ചെക്ക് ചെയ്യുന്ന പിക്ചറാണിത്. ഹൗ ടു ചെക്ക് ദ കരോട്ടിഡ് പൾസ്. സോ പെർഫോം ചെസ്റ്റ് കംപ്രഷൻ. ഇഫ് ദർ ഈസ് നോ പൾസ് ആൻഡ് നോ റെസ്പോൺസ്, യു ഹാവ് ടു സ്റ്റാർട്ട് ചെസ്റ്റ് കംപ്രഷൻ. സുപ്പൈൻ, ഫേം ആൻഡ് ഫ്ലാറ്റ് പൊസിഷൻ. എക്സാമിന് ചോദിക്കാം. സുപ്പൈൻ പൊസിഷനിൽ ഫേം ആൻഡ് ഫ്ലാറ്റ് പൊസിഷൻ. ഫേം സർഫസ് ആയിരിക്കണം. സർഫസ് നല്ല ഒരു നിലമാണെങ്കിൽ നിലം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കട്ടിയുള്ള സർഫസ് ആയിരിക്കണം. ആൻഡ് ഫ്ലാറ്റ് പൊസിഷൻ, യു ഹാവ് ടു പ്ലേസ് ദ ഹാൻഡ് ലൈക്ക് ദിസ് ഇൻ ദിസ് പിക്ചർ. എൽബോ ഷുഡ് ബി സ്ട്രെയിറ്റ് ആൻഡ് 100 കംപ്രഷൻ പെർ മിനിറ്റ്. അത് നമ്മൾ
പോകെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെയാണ് അതിൻ്റെ പൊസിഷൻ. ദെൻ നമുക്ക് നോക്കാം. അഡൽട്ട്, ചൈൽഡ് ലെസ് ദാൻ 8 ഇയർ ആൻഡ് ഇൻഫൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഇൻഫൻറ്റിന് CPR കൊടുക്കുന്നത്, ചൈൽഡ് 8 വയസ്സിന് കുറവുള്ള ചൈൽഡിന്, അഡൽട്ടിന് എങ്ങനെ കൊടുക്കാം, 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ, ഇഫ് ദ ചൈൽഡ് ഈസ് മോർ ദാൻ 12 ഇയേഴ്സ് ഏജ് യു ക്യാൻ കൺസിഡർ ആസ് അഡൽട്ട്. അപ്പം 5 to 10 seconds പൾസ് അസസ്മെൻറ്റ്. പൾസ് അസസ്മെൻറ്റ് 5 to 10 seconds ആണ്. അപ്പോൾ അഡൽട്ടിൽ കരോട്ടിഡ് പൾസാണ്. കരോട്ടിഡ് പൾസാണ്. ചൈൽഡ് ലെസ് ദാൻ 8 ഇയറിൽ ഫിമോറൽ പൾസാണ്. ലെസ് ദാൻ 8 ഇയർ ഉള്ള ചൈൽഡിന് ഫിമോറൽ പൾസാണ്. ന്യൂ ബോണിൽ ഫിമോറൽ ഓർ ബ്രാക്കിയൽ പൾസാണ്. ന്യൂ ബോണിൽ ഏതാണ്? ഫിമോറൽ ഓർ ബ്രാക്കിയൽ പൾസാണ്. ബ്രാക്കിയൽ പൾസ് നമ്മുടെ എൽബോയുടെ ഭാഗത്തായിട്ടുള്ളതാണ് ബ്രാക്കിയൽ പൾസ്. ദെൻ കംപ്രഷൻ മെത്തേഡ് അഡൽട്ടിൽ 2 hand. യു ക്യാൻ യൂസ് 2 hand ഇൻ കേസ് ഓഫ് അഡൽട്ട്. ലെസ് ദാൻ 8 ഇയർ ഓൾഡ് ചൈൽഡ് ആണെങ്കിൽ 2 or 1 hand, 2 കൈയും അല്ലെങ്കിൽ 1 കൈയും ഉപയോഗിച്ച് നമുക്ക് കുട്ടിയുടെ സൈസ് അനുസരിച്ചിരിക്കും. കുട്ടി കുറച്ചുകൂടെ വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് 2 കൈയും ഉപയോഗിക്കാം. ഇൻഫൻറ്റിൽ 2 finger or 2 thumb. ഇൻഫൻറ്റിൽ എന്താണ്? 2 finger അല്ലെങ്കിൽ 2 thumb. ഇതേപോലെ ഒന്ന് പഠിച്ചു നോക്കുക, എക്സാമിന് ചോദിക്കാം. കംപ്രഷൻ ലോവർ ഹാഫ് ഓഫ് സ്റ്റേണം ബിറ്റ്വീൻ നിപ്പിൾസ്. നിങ്ങൾക്കറിയാം നമ്മുടെ സ്റ്റേണം എവിടെയാണ്. അപ്പോൾ സ്റ്റേണത്തിൻ്റെ ലോവർ ഹാഫ് ഓഫ് ദ സ്റ്റേണം ബിറ്റ്വീൻ ദ നിപ്പിൾസ്, ആ ഭാഗത്താണ് അഡൽട്ടിന്. അതുപോലെ ലെസ് ദാൻ 8 ഇയർ ഓൾഡ് ചൈൽഡിലാണെങ്കിൽ സെയിം അഡൽട്ടിന് പോലെയാണ്. ഇൻഫൻറ്റിനാണെങ്കിൽ ജസ്റ്റ് ബിലോ നിപ്പിൾ ലൈൻ. കംപ്രഷൻ ഡെപ്ത് അഡൽട്ടിലാണെങ്കിൽ 2 inch ആണ്. 2 inch ആണ് നമ്മൾ മാക്സിമം നമ്മൾ ആ ഒരു ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 2 inch അല്ലെങ്കിൽ 5 centimeter ആണ്. ലെസ് ദാൻ 8 ഇയർ ചൈൽഡിലാണെങ്കിലും സെയിം ആസ് അഡൽട്ടാണ്. 2 inch അല്ലെങ്കിൽ 5 centimeter ആണ്. ഇൻഫൻറ്റിൻ്റെ കേസിൽ 1.5 inch അല്ലെങ്കിൽ 3.5 centimeter ആണ്. ഇൻഫൻറ്റിൻ്റെ കേസിൽ എന്താണ്? 1.5 inch ആണ് അല്ലെങ്കിൽ 3.5 centimeter ആണ്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അതൊന്നും കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ആ റിബ്സ്, വി ഡോണ്ട് ബ്രേക്ക് ദ റിബ്സ് ഓഫ് ദ പേഷ്യൻറ്റ്, നമ്മളത് ശ്രദ്ധിക്കുക. ദെൻ കംപ്രഷൻ റേറ്റ് 100 per minute ആണ് എല്ലാ കേസിലും. അഡൽട്ടിൻ്റെ കേസിൽ, ചൈൽഡിൻ്റെ കേസിൽ, ഇൻഫൻറ്റ് കേസിൽ എല്ലാം 100 per minute ആണ്. സോ അതെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. ആ ഒരു സ്ലൈഡ് അതേപോലെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ഓപ്പൺ എയർവേ. 2 മെത്തേഡിൽ ഓപ്പൺ ചെയ്യാം. 2 methods are there. In this picture you can see head tilt and chin lift method. Head tilt and chin lift method. This is the usual method how to open airway in a normal case like cardiac arrest, respiratory arrest. പേഷ്യൻറ്റിന് എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ ഈ രീതിയിൽ എയർവേ ഓപ്പൺ ചെയ്യണം. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ലൈക്ക് ദിസ്, ജോ ത്രസ്റ്റ് മെത്തേഡ്. ഇത് പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഇഫ് സസ്പെക്റ്റഡ് സ്പൈൻ ഓർ നെക്ക് ഇഞ്ചുറി, എന്തെങ്കിലും ഒരു മോട്ടോർ ബൈക്ക് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡൻറ്റ് വന്നു, ഒരു മോട്ടോർ ആക്സിഡൻറ്റ് വന്നു, അല്ലെങ്കിൽ ഒരു മരത്തിൽ നിന്ന് ഒരാൾ വീണു. സോ നമ്മൾ ഈ ഒരു രീതിയിലാണ് സസ്പെക്റ്റഡ്, ഇഫ് ദർ ഈസ് suspected neck or spine injury, you have to place your hand like this. This is a jaw thrust method. Then check and deliver breath. Pinch the nose and give mouth to mouth breath. മൂക്ക് ഒന്ന് പിഞ്ച് ചെയ്തിട്ട് ആ ഒരു പൊസിഷനിൽ തല വെച്ചിട്ട്, അതായത് അപ്പോൾ അപ്പോഴേ എയർവേ ഓപ്പൺ ആവുള്ളൂ. ചിൻ ലിഫ്റ്റ് ആൻഡ് ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് മെത്തേഡിൽ അല്ലെങ്കിൽ ജോ ത്രസ്റ്റ് മെത്തേഡിൽ വെച്ചതിന് ശേഷം മൂക്ക് പിഞ്ച് ചെയ്യുക. അതിനുശേഷം വായിലൂടെ മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കുക. 1 breath in 2 to 3 seconds. ബ്രീത്ത് റേറ്റ് 20 to 30 per minute. 1 breath 2 to 3 seconds. ബ്രീത്ത് റേറ്റ് എത്രയാണ്? 20 to 30 per minute ആണ്. Then activate emergency medical service or system. Activate emergency medical service. അഡൽട്ടിൻ്റെ കേസിലാണെങ്കിൽ ഫോൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഗീവ് 5 cycles of CPR 30:2. Adult's case, in the case of adult, you have to call first in emergency response system. Then you can give chest compression 30:2. That means 30 compression and 2 rescue breath, mouth to mouth breath. In case of child ആണെങ്കിൽ, infant ആണെങ്കിൽ first നിങ്ങൾ CPR കൊടുക്കുക, completion of 5 cycles of CPR, then call last ആണ് നിങ്ങൾ എമർജൻസി റെസ്പോൺസ് സിസ്റ്റത്തെ
വിളിക്കേണ്ടത്. സോ യു ഹാവ് ടു കോൾ ഫൈനൽ only in the case of child. Then defibrillation, it uses an electrical shock to reset the electrical state of the heart. അബ്നോർമൽ rhythmത്തെ നോർമൽ rhythmത്തിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതാണ് നമ്മൾ. അതിനുവേണ്ടിയാണ് ഡീഫിബ്രിലേഷൻ കൊടുക്കുന്നത്. ഇപ്പം VF VT ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഡീഫിബ്രിലേഷൻ ചെയ്യണം ടു കൺവെർട്ട് ദ അബ്നോർമൽ റിതം ടു ദ നോർമൽ റിതം. ബൈഫേസിക് മോണോഫേസിക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഈ രണ്ട് വാക്കുകൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ബൈഫേസിക് എന്ന് പറയുമ്പം 120 to 200 joules ആണ്. മോണോഫേസിക് എന്ന് പറയുമ്പോൾ 360 joules ആണ്. ഇപ്പം നൗ ഡേയ്സ് യൂഷ്വലി യൂസ്ഡ് ബൈഫേസിക് മെത്തേഡ്. ഇപ്പോൾ ഈ ഡീഫിബ്രിലേറ്ററിലൊക്കെ ഇപ്പോൾ ഉള്ള ഡീഫിബ്രിലേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈഫേസിക് മെത്തേഡാണ്. മോണോഫേസിക് ശരിക്കും പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആണ്. ബിക്കോസ് മോണോഫേസിക് ഹാസ് ഡിസഡ്വാൻറ്റേജസ്. ബിക്കോസ് ഹൈ എമൗണ്ട് ഓഫ് എനർജിയാണ് വരുന്നത്. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് ബേൺ ഇൻ ദ കേസ് ഓഫ് മോണോഫേസിക്. ബൈഫേസിക് മീൻസ് the current will pass two direction. Biphasic means current will pass two direction. That is minimum 120 and maximum 200 joules. Biphasically minimum 120 and maximum 200 joules. Monophasically 360 joules. Monophasically എന്താണ് 360 joules. എക്സാമിന് ചോദിക്കാം. സോ ബൈഫേസിക് 120 to 200 joule. മിനിമം എത്രയെന്ന് ചോദിച്ചാൽ 120 ആണ്. Then placement of പാഡി, ബേസ് ഓഫ് ഹാർട്ട് ആൻഡ് അപ്പെക്സ് ഓഫ് ഹാർട്ട്. പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. ആ മുകളിലുള്ള എബോവ് ലെവൽ ആ റെഡ് പോർഷൻ ദാറ്റ് ഈസ് ബേസ് ഓഫ് ഹാർട്ട്. ദെൻ ദ ലെഫ്റ്റ് സൈഡ് ലോവർ ദാറ്റ് റിബ് സൈഡ് ദാറ്റ് ഈസ് അപ്പെക്സ് ഓഫ് ഹാർട്ട്. ബേസും ഉണ്ട് അപ്പെക്സും ഉണ്ട്. പാഡിൽ കോണ്ടാക്ട് പ്രഷർ ഇൻ ഡീഫിബ്രിലേഷൻ ഈസ് 11.3 കിലോഗ്രാം. പാഡിൽ കോണ്ടാക്ട് പ്രഷർ എന്ന് പറയുമ്പോൾ ആ പാഡിൽ നമ്മൾ കൊടുക്കുന്ന പ്രഷറാണ് 11.3 കിലോഗ്രാം. ചിലപ്പോൾ പൗണ്ട്സിലാണ് ചോദിക്കുന്നതെങ്കിൽ 24 pounds ആണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം നമ്മൾ കിലോഗ്രാമിൻ്റെ ഇരട്ടിയോളം വരും. ഇരട്ടിയിൽ കുറച്ചൊന്നോ രണ്ടോ കൂടുതലാണ് പൗണ്ട്സ് വരുന്നത്. സോ പാഡിൽ കോണ്ടാക്ട് പ്രഷർ ഇൻ ഡീഫിബ്രിലേഷൻ 11.3 കിലോഗ്രാം. ചൈൽഡിൽ ലെസ് ദാൻ 10 കിലോഗ്രാം ആണെങ്കിൽ 3 kg പ്രഷറാണ്. സോ ചൈൽഡിൽ ലെസ് ദാൻ 10 kg ആകുമ്പോൾ 3 kg പ്രഷറാണ്. മോർ ദാൻ 10 kg ആകുമ്പോൾ 5 kg പ്രഷറാണ്. മോർ ദാൻ 10 kg ആകുമ്പോൾ 5 kg പ്രഷറാണ്. പൗണ്ട്സ് നിങ്ങൾ അതനുസരിച്ച് ഒന്ന് ചെക്ക് ചെയ്യുക. ഇരട്ടിയിൽ കുറച്ച് കൂടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പാഡിൽ കോണ്ടാക്ട് പ്രഷറാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി ആസ്ക്ഡ് ഇൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ദാറ്റ്സ് വൈ ഐ ഇൻക്ലൂഡഡ്. അപ്പോൾ നമുക്ക് അടുത്ത പോർഷനിൽ കോംപ്ലിക്കേഷൻ. ഇപ്പോൾ നമ്മൾ CPR-ന് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ധാരാളം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. റിബ് ഫ്രാക്ചർ നമുക്കെല്ലാം അറിയാം. നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ്, ICUവിൽ വർക്ക് ചെയ്തവർ അല്ലെങ്കിൽ നമ്മുടെ കാഷ്വാലിറ്റി വർക്ക് ചെയ്തവരൊക്കെ അനുഭവം ഉണ്ടാവും. നമ്മളെന്തായാലും റിബൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാവും പല പേഷ്യൻസിൻ്റെയും. അപ്പോൾ റിബ് ഫ്രാക്ചർ വളരെ കോമൺ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ആണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാൽ റിബ് ഫ്രാക്ചർ തന്നെയാണ്. ദെൻ ലങ് ഇഞ്ചുറീസ് സച്ച് ആസ് ന്യൂമോതൊറാക്സ് ആൻഡ് ലങ് കൺഡ്യൂഷൻ, ഫ്ലെയിൽ ചെസ്റ്റ്. ഫ്ലെയിൽ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ റിബ് ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ വരുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഫ്ലെയിൽ ചെസ്റ്റ്. ന്യൂമോതൊറാക്സ് ലങ് കൊളാപ്സ് എന്നാണ്. ന്യൂമോതൊറാക്സ് ലങ് കൊളാപ്സ് ആയി പോകും. ദെൻ അബ്ഡോമിനൽ ഓർഗൻസ് ഇഞ്ചുറീസ് സച്ച് ആസ് ഹെപ്പറ്റിക്, സ്പ്ലീനിക് ആൻഡ് ഗ്യാസ്ട്രിക് ഇഞ്ചുറീസ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഫോഴ്സ്, എക്സ്ട്രീം ഫോഴ്സ്, കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോ. നമ്മൾ CPR-ൻ്റെ ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കി. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ദിസ് വീഡിയോ വിൽ ബി യൂസ്ഫുൾ ഫോർ ഓൾ ജനറൽ പോപ്പുലേഷൻ. സോ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് നമ്മുടെ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആർക്കും ഏത് തരത്തിലും ഏതൊരു സമയത്തും നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സംഗതിയാണിത്. സോ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാർഡിയക് അറസ്റ്റ്, റെസ്പിറേറ്ററി അറസ്റ്റ് ഉള്ള ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ എക്സാമിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ ഇതൊക്കെ പല പോയിന്റ്സും. പക്ഷേ എന്നാലും ഞാൻ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അത്ര ഉണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. വാട്ട് എവർ ഗ്രൂപ്പ്സ് ആർ ദർ, യു ഹാവ് ടു ഷെയർ. പ്ലീസ് ഷെയർ ഇൻ ഓൾ the group and please give me a like, share maximum. Thank you.